മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നിർത്തിവെച്ച സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 116 ബെഡ് ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ 30 ബെഡുകൾ മാത്രമാണുള്ളത്. അതേപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ കുട്ടികൾ ICU ഇത്തരം ഒരു സംവിധാനങ്ങളൊന്നും താലൂക്ക് ആശുപത്രിയില്ല. മാത്രമല്ല, ഏകദേശത്തിന് മുമ്പുള്ള ഒരു ഡോക്ടർ, സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഒരു ദിവസം പെട്ടെന്ന് ഈ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ അൺഫിറ്റ് എഴുതിയിട്ട് ആ ഹോസ്പിറ്റല് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ പിറ്റേ ദിവസം മുതൽ പൂർണ്ണമായിട്ട് ക്ലോസ് ആകുകയാണ്. ഒരു ആശുപത്രി മാറ്റി ബദൽ സംവിധാനം ഏർപ്പെടുത്തി അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം ഒരു ദിവസം നേരം വരുന്നപ്പോൾ ഈ രോഗികളൊക്കെ അൺഫിറ്റിന്റെ പേരിൽ ആ ഹോസ്പിറ്റൽ അതുപോലെ അടഞ്ഞു കിടക്കുകയാണ്. മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കുകയോ നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ല. ഇതോടൊപ്പം ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ 1.5 മാസങ്ങൾക്ക് മുമ്പേ തീപിടുത്തത്തിൽ കത്തി നശിച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഇതും പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ തിയേറ്ററും അടിയന്തരമായി തുറക്കാൻ വേണ്ട നടപടികളിലും മെല്ലെപ്പോക്ക് നയമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. 2021 ആശുപത്രിക്ക് കേന്ദ്ര ഫണ്ട് 9 കോടി രൂപ പുതിയ ബിൽഡിംഗിന് പ്രധാനമന്ത്രി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുതിയ ബിൽഡിംഗ് പണിയാനുള്ള നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. നിലവിലുള്ള ബിൽഡിംഗിൽ അഡ്മിഷൻ നിർത്തി 9 മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ സൂപ്രണ്ട് കെട്ടിടത്തിന് അൺഫിറ്റ് നൽകിയതാണ്. അന്നു മുതൽ ആശുപത്രിയിൽ അഡ്മിഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുവരെ ഇതിന് ബദൽ സംവിധാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ട നടപടികളും ഉച്ചയും വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറത്തെ ജില്ലാ ആസ്ഥാനത്തെ പാവപ്പെട്ട രോഗികളോടുള്ള കടുത്ത വിവേചനമാണ് ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാണ് ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല. ഇവരുടെ ഭാഗത്തു നിന്നും ആശുപത്രി HMCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത അനാസ്ഥയുടെ ബാക്കിപത്രമായിട്ടാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ദുരാവസ്ഥക്ക് കാരണം. നിലവിൽ ആശുപത്രിയുടെ ഭൂമി പോലും ആരോഗ്യ വകുപ്പിന് കീഴിലല്ല, അത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. ഇത് ആരോഗ്യ വകുപ്പിന് വിട്ടുകിട്ടാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അതുകാരണമാണ് ആശുപത്രിയുടെ പല വികസനത്തിനും മുരടിപ്പിനും കാരണമാകുന്നതെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറക്കോട്, ഷാജി വാറങ്കോട്, ഇംതിയാസ് കൈനോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.